വലിയൊരു പ്രശ്നമാണ് പെൺകുട്ടികളുടെ കല്യാണം വൈകുന്നതെന്നും പറഞ്ഞിട്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും അല്ല, നാട്ടുകാർക്കായിരിക്കും. കാരണം പെൺകുട്ടികൾക്ക് അവര് കാരണം അവര് പറയുമ്പോൾ ആദ്യം പിടിക്കാനിരുന്ന എനിക്ക് പറയാനുള്ളത്, അമ്മയ്ക്കും അച്ഛനും എന്നും ആദ്യം പിടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പണ്ടത്തെ കാലമല്ല, ഇന്നൊക്കെ ഒരുപാട് കാലങ്ങൾ മാറി. പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായാൽ മതി, നല്ല ജോലിയും. അവര് പറയും അവർക്ക് ഓക്കെ ആവും. അതല്ലാതെ നമ്മൾ നിർബന്ധിച്ച് കല്യാണം കഴിച്ച് അത് കഴിഞ്ഞ് അവർക്ക് അത് പറ്റാണ്ട് ചിലവര് അവരുടെ ധൈര്യത്തിൽ തിരിച്ചു വരും, ചിലവര് ആത്മഹത്യ ചെയ്യും. അതിലൊക്കെ എത്രയോ നല്ലതാണ് അവര് ഓക്കെ ആവും. അവർക്ക് 30 വയസ്സിലാണോ ഇനി 35 വയസ്സിലാണോ അവര് ഓക്കെ ആവുന്നത്, അപ്പം മതി, സിംഗിളായിട്ട് ജീവിച്ചു എന്ന് ഓർത്ത് എന്താ കുഴപ്പം? അവർക്ക് നല്ല വിദ്യാഭ്യാസവും ജോലി ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നാട്ടുകാർ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നാട്ടുകാരിനിപ്പോ അവര് പറയണ കേട്ട് പേടിച്ച് കിട്ടുന്ന ഒരാളെ പിടിച്ച് കല്യാണം കഴിച്ച് കൊടുത്തു എന്നിരിക്കുക. അത് കഴിയുമ്പോ അവര് ചോദിക്കാൻ പോണ ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളായില്ലേ എന്നാണ്. കുട്ടികളായി കഴിയുമ്പോ അവര് ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഒരാളേ ഉള്ളൂ, അടുത്ത ആള് ആ ഒരു കൊച്ചിന് കൂട്ടുവേണ്ടേ, അടുത്തതിനെ നോക്കണില്ലേന്ന് ചോദിക്കും. അടുത്തത് നോക്കി അത് കഴിഞ്ഞ് കഴിയുമ്പോ അവര് ചോദിക്കും, വീട് വെച്ചില്ലല്ലേ, ഇതുവരെ തറവാട്ടിലല്ലേ താമസിക്കണേ, ഒന്നിച്ചാണല്ലേ, വീടായില്ലല്ലേ എന്ന് ചോദിക്കും. അത് അത് കഴിഞ്ഞ് കഴിയുമ്പോ അവരുടെ അടുത്ത ചോദ്യമാണ്, ഇനി ഒരു 10 ദിവസം ആ പെൺകൊച്ച് നമ്മുടെ വീട്ടിൽ വന്ന് നിക്ക എന്ന് വെച്ചാൽ അപ്പൊ ചോദിക്കും, എന്തിയെ അവിടെ വല്ല പ്രശ്നമുണ്ടോ അമ്മായിയമ്മയായിട്ട് അല്ലെങ്കിൽ ഭർത്താവായിട്ട്, അതുകൊണ്ടാണ് വന്ന് നിൽക്കണേ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടുകാരെ പേടിച്ചിട്ട് ഓരോ അമ്മയും അച്ഛനും കിട്ടണോരെ പിടിച്ച് മക്കളെ കൊടുക്കരുത്. മക്കൾക്ക് എത്ര വയസ്സ് കൂടിയാലും അവർക്ക് ജോലിയും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളും ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താ?